ഹലോ, ഓൺലൈനിലേക്ക് ബിസിനസ് ചെയ്യാൻ പലർക്കും ആഗ്രഹമുണ്ട്. നിലവിൽ പുറത്ത് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവർ പലരും ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ ഇറങ്ങാറുണ്ട്. പക്ഷേ ഓൺലൈനിൽ പല പരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കും, കുറച്ച് എൻക്വയറിയും കാര്യങ്ങളും എല്ലാം കിട്ടും. പക്ഷേ സെയിൽ നടക്കാറില്ല, അല്ലെങ്കിൽ സെയിൽ നടക്കാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, കസ്റ്റമറെ നമ്മൾ ജസ്റ്റ് പരസ്യത്തിലൂടെ കൊണ്ടുവന്നിട്ട് മാത്രം കാര്യമില്ല. അത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്, കസ്റ്റമറെ പരസ്യത്തിലൂടെ കൊണ്ടുവരിക എന്നുള്ളത്. അവരെ കൊണ്ട് ആ പ്രൊഡക്റ്റ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തും ആയിക്കോട്ടെ, ക്ലോത്തിങ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഫുഡ് വെയർ ആയിക്കോട്ടെ, എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, ഈവൻ നിങ്ങൾ സർവീസ് ആവട്ടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ കസ്റ്റമറെ കൊണ്ട് ഇത് സെയിൽ നടക്കുക എന്നുള്ളതാണ്. സെയിൽ നടക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻകം വരുന്നത്. അപ്പോൾ സെയിൽ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ഈ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുമ്പോഴും പുറത്ത് ബിസിനസ് ചെയ്യുമ്പോഴും ഉള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തിപ്പോൾ നമ്മുടെ ഷോപ്പിലൊരു കസ്റ്റമർ വരുന്നു, അവർ ആ പ്രൊഡക്റ്റ് ഫീൽ ചെയ്യുന്നു, പ്രൊഡക്റ്റ് ഇട്ട് നോക്കുന്നു, തൊട്ട് നോക്കുന്നു, സ്മെല്ല് ചെയ്ത് നോക്കുന്നു, ക്ലോസ് ആയിട്ട് അവർക്കത് നോക്കാനായിട്ട് സാധിക്കും, കാശ് തരുന്നു, അപ്പോൾ തന്നെ അവർക്ക് പ്രൊഡക്റ്റും കിട്ടുന്നു. പക്ഷേ ഓൺലൈനിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഓൺലൈനിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കസ്റ്റമേഴ്സ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രസ്റ്റുള്ള സ്ഥലത്തു നിന്നാണ് കസ്റ്റമേഴ്സ് സാധനം പിക്ക് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമറെ കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. കസ്റ്റമറെ കൊണ്ടുവന്ന് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ശേഷം സെല്ല് ചെയ്യുക എന്നുള്ള മെത്തേഡാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞ സംഗതി പലരും സ്കിപ്പ് ചെയ്യും. അങ്ങനെ സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ വെറുതെ എൻക്വയറി മാത്രം വരുന്നതും സെയിൽ നടക്കാതിരിക്കുന്നതും ഇതുകൊണ്ടാണ്. അപ്പോൾ സെയിൽ വരുന്ന രീതിയിൽ ഓൺലൈനിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഓൺലൈനിൽ നമുക്കൊരു സെയിൽ ലഭിക്കണമെങ്കിൽ ട്രസ്റ്റ് ഒരു വലിയൊരു ഘടകമാണ്. പുറത്ത് ഷോപ്പിൽ പോയി വാങ്ങുന്ന പോലെയല്ല. കാരണം ആ ഷോപ്പ് അവിടെ ഉണ്ട്, പെട്ടെന്ന് കാശ് കൊടുക്കുന്നു, സാധനം കിട്ടുന്നു, വലിയ ട്രസ്റ്റൊന്നും ഇല്ലെങ്കിലും അവിടെ സെയിൽ നടന്നുള്ളൂ. അല്ലെങ്കിൽ അത്ര എക്സ്പെൻസീവൊക്കെ ആയിട്ടുള്ള ഐറ്റം ആയിരിക്കണം നിങ്ങൾ സെല് ചെയ്യണം. ഒരുപാട് ട്രസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ആവശ്യമൊന്നും പുറത്ത് ബിസിനസ് ചെയ്യുമ്പോൾ ഇല്ല. പിന്നെ ഓൺലൈനിൽ ഒരുപാട് തട്ടിപ്പുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നതുകൊണ്ട് കസ്റ്റമേഴ്സ് കുറേ കൂടിയും കോൺഷ്യസ് ആണ്. കുറച്ചും കൂടിയും ശ്രദ്ധ കൊടുത്തിട്ടാണ് ഓൺലൈനിൽ നിന്ന് അവർ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താലേ സെയിൽ വരൂ എന്നുള്ളൊരു ഐഡിയ ബിസിനസ് ഓണേഴ്സിൻ്റെ തലയിൽ ആദ്യം വേണം. എന്നാൽ മാത്രമാണ് സംഗതി നടക്കുകയുള്ളൂ. പരസ്യം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ സ്കില്ലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരസ്യം കൊടുക്കുക, ഡിജിറ്റൽ മാർക്കറ്റിങ്ങും കാര്യങ്ങളും ടെക്നിക്കൽ വശങ്ങളും എല്ലാം ഇപ്പോൾ നമ്മൾ പോലും ഡിജി സെയിൽസിൽ അത് പഠിപ്പിക്കുന്നുണ്ട്, ടെക്നിക്കൽ. പക്ഷേ അത് മാത്രം പോരാ. പ്ലസ് അതോടൊപ്പം തന്നെ ചില സെയിൽസ് ടെക്നിക്കുകളും നമ്മൾ യൂസ് ചെയ്യണം, ട്രസ്റ്റ് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ വരാനായിട്ട്. ഇനി എങ്ങനെയാണ് ട്രസ്റ്റ് വരുന്നത്? ട്രസ്റ്റ് എന്നുള്ളത് പറയുന്നുണ്ട്, പക്ഷേ അത് എങ്ങനെ ബിൽഡ് ചെയ്യാൻ സാധിക്കും? ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ കോണ്ടാക്റ്റിൽ ഒരു കസ്റ്റമർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് അന്ന് തന്നെ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കൊള്ളണമെന്നില്ല. അതാണ് ഫസ്റ്റ് കോണ്ടാക്റ്റ്. നിങ്ങളുടെ പരസ്യം സോഷ്യൽ മീഡിയയിൽ കാണുന്നു, നിങ്ങളുടെ വാട്സപ്പിൽ എത്തുന്നു, ഫസ്റ്റ് കോണ്ടാക്റ്റ് അതാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇട്ട് തന്ന് വാങ്ങിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വാങ്ങിക്കുന്ന ഒരു വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട്, പക്ഷെ അവരുടെ എണ്ണം കുറവാണ്. ബാക്കിയുള്ളവർ ട്രസ്റ്റ് ബിൽഡായതിനു ശേഷമാണ് വാങ്ങിക്കുള്ളൂ. അപ്പോൾ കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുക, കസ്റ്റമേഴ്സിന് വാല്യൂ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ക്ലോത്തിങ് പ്രൊഡക്റ്റാണ് സെല് ചെയ്യണമെങ്കിൽ കൂടുതൽ മോഡൽസ് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുക. ഓഫറുകൾ, നിങ്ങളുടെ കടയിൽ ഓൾറെഡി ഓഫർ നടക്കുന്നുണ്ടെങ്കിൽ ആ ഓഫറിൻ്റെ ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് നിങ്ങൾ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് കസ്റ്റമേഴ്സിൽ ട്രസ്റ്റ് വരിക. അങ്ങനെ മൾട്ടിപ്പിൾ കോണ്ടാക്ട്സ് വേണം. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നേരത്തെ ഒന്നിലധികം കോണ്ടാക്ട്സുകൾ അവിടെ സംഭവിക്കുകയാണ്. അങ്ങനെ നിങ്ങളെ കണ്ട് നിങ്ങളുടെ ഷോപ്പ്, നിങ്ങളുടെ ബ്രാൻഡ് എന്തോ ആയിക്കോട്ടെ, ഇത് കണ്ട് ട്രസ്റ്റ് വന്നതിന് ശേഷമാണ് സെയിൽ നടക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വർഷങ്ങളോളം മാസങ്ങളോളം നിൽക്കണം, നിസ്സാര ആഴ്ചകൾ കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കസ്റ്റമറെ കൊണ്ടുവരാൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, കസ്റ്റമറെ കൊണ്ട് എടുപ്പിക്കാനും നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യത്തിൻ്റെ കാശ് വേസ്റ്റ് ആവും. ഇനി ഫ്രീ ആയിട്ടാണ് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് വേസ്റ്റ് ആവും. എന്തൊക്കെയോ ഒരു വേസ്റ്റേജ് അവിടെ സംഭവിക്കുന്നുണ്ട്. എന്തിനാണ് ആ പഠിക്ക് നിൽക്കുന്നത്? അപ്പോൾ ട്രസ്റ്റും കൂടി കൂട്ടത്തിൽ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ഇതാണ് ഓൺലൈനിൻ്റെ റിയൽ സീക്രട്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലോ അവിടെയൊക്കെ കയറി നോക്കിയാൽ പോലും
ഈ സീക്രട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ യൂട്യൂബിൽ മലയാളത്തിലൊന്നും ആരും പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ഇല്ല. കസ്റ്റമറായിട്ട് ഞങ്ങൾ കസ്റ്റമേഴ്സുമായിട്ട് ദിനേന സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, എവിടെയാണ് പ്രശ്നം, എവിടെയാണ് എന്താണ് പ്രോബ്ലം. ആ പ്രോബ്ലംസ് പഠിച്ചിട്ടാണ് നമ്മളുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സ്, ക്ലോത്തിങ് ഷോപ്പ് ഓണേഴ്സ്, ഇവർക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എവിടെയാണ് പ്രശ്നം? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംരംഭകർ നമ്മൾ പറഞ്ഞു കൊടുത്താണ്, മെസ്സേജ് കസ്റ്റമേഴ്സ് അയക്കുന്നു, പക്ഷേ അതിൻ്റെ മറുപടി നമ്മൾ അയക്കാൻ നേരത്ത് പിന്നെ അവിടെ നിന്ന് റിപ്ലൈ ഒന്നുമില്ല. ആ ഒരു ഷോപ്പ് ഓണർ വരുത്തിക്കൊണ്ടിരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ യൂസ് ചെയ്തു എന്നുള്ളതാണ്. മലയാളികളാണ് കസ്റ്റമേഴ്സ് എങ്കിൽ അധിക സമയം നമ്മൾ മലയാള ഭാഷ യൂസ് ചെയ്യുക. ഇതെന്തിനു സഹായിക്കും? ട്രസ്റ്റ് ബിൽഡ് ആവാൻ സഹായിക്കും. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സെയിം ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് സെയിം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ കയറി ഇംഗ്ലീഷ് നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇംഗ്ലീഷുകാർക്കാണ്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണെങ്കിൽ ഓക്കെ, അവിടെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്ത്. പക്ഷേ അവരുടെ അധികം കസ്റ്റമേഴ്സ് മലയാളികളാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത്? മലയാളം യൂസ് ചെയ്യുക, മലയാളം ലെറ്റേഴ്സ് യൂസ് ചെയ്യുക, അതെല്ലാം ട്രസ്റ്റിൻ്റെ ഘടകമാണ്. ഇപ്പോൾ ഡിജി സെയിൽസിൻ്റെ പ്രോഗ്രാമുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ മലയാളം ലാംഗ്വേജ് യൂസ് ചെയ്യണം. എന്തുകൊണ്ടാണ്? മിക്ക സ്ഥലങ്ങളിലും ഇംഗ്ലീഷ് യൂസ് ചെയ്യണം നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ മലയാളം യൂസ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ളൊരു ഘടകമാണ്. ഹിന്ദിക്കാരല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരല്ല, നോർത്തിൽ നിന്നല്ല, സെയിം തന്നെയാണ്, സെയിം കാറ്റഗറിയാണ്, സെയിം ഇതാണെന്നോ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നടക്കേണ്ടത്. അതിന് ശേഷമാണ് സെല്ലിങ് നടക്കേണ്ടത്. ഇത് പ്രോപ്പറായിട്ടൊരു ബിസിനസ് ഓണർ, ഒരു ഷോപ്പ് ഓണർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽ വരും. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരുപാട് ടെക്നിക്കൽ വശങ്ങൾ അറിയണേലല്ല കാര്യം. ഇപ്പോൾ പലരും പലതിൻ്റെയൊക്കെ പുറകെ ഓടുന്നുണ്ട്. അത് ഇത് ഓട്ടോമേഷൻ, ചപ്പ് ചവറ്, എന്തെല്ലാം ബഹളങ്ങളാണ്. സെയിലുണ്ടോ? വലിയ സെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഈ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചും കൂടി വേഗത്തിലാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നല്ലാണ്ട് മാജിക്ക് കാണിക്കാനൊന്നും ടെക്നോളജിക്ക്. ഇപ്പോൾ ഉദാഹരണം, ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കണം, അതിൻ്റെ ആഡ്സ് മാനേജറിൽ കയറി എന്തെങ്കിലും ഒരു ബട്ടൺ ഞെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ മാറ്റിക്കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സെയിൽ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങനെ കൂടുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ ടെക്നിക്കൽ വശങ്ങളാണ്. അതുകൊണ്ട് വലിയ ഗുണമൊന്നും നമുക്കില്ല. ഇവിടെ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ കൊണ്ട് എടുപ്പിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു ഷോപ്പ് ഓണറാണ്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.